നവകേരള നിർമ്മാണത്തിനുള്ള കർമ്മ പദ്ധതിയുമായി LDFന്റെ പ്രകടന പത്രിക. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നും കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും മുന്നണി വാഗ്ദാനം ചെയ്യുന്നു. 60 ദിന പരിപാടികളടങ്ങിയ പ്രകടന പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുറത്തിറക്കിയത്. മൂന്നാം തുടർ ഭരണം ലക്ഷ്യം വെച്ചുള്ള LDF പ്രകടന പത്രികയിൽ ക്ഷേമ പദ്ധതികൾക്കാണ് ഊന്നൽ. കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനൊപ്പം തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരവും ഉറപ്പു നൽകുന്നു. അടുത്ത 5 വർഷത്തിനകം നവകേരള നിർമ്മാണം പൂർത്തിയാക്കും. 60 ദിന പരിപാടികളും 950 നിർദ്ദേശങ്ങളും അടങ്ങിയ 2 വോള്യങ്ങളായുള്ള പ്രകടന പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് പ്രകാശനം ചെയ്തു. എല്ലാ ക്ഷേമ പെൻഷനും 3000 രൂപയായി ഉയർത്തും. 50% സ്ത്രീകൾക്കും ജോലി ഉറപ്പ്. വൈജ്ഞാനിക സാമ്പത്തിക ഘടനയ്ക്ക് രൂപം നൽകുന്നതിനോടൊപ്പം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി. പശ്ചാത്തല വികസന മേഖലയിലും ടൂറിസം മേഖലയിലും വൻ നിക്ഷേപം. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് മാറ്റുന്ന പ്രവർത്തനം അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കലാണ് ലക്ഷ്യം. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതോടൊപ്പം വികേന്ദ്രീകൃത ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യത, പുരോഗമന ചിന്ത ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം നിർമ്മിക്കലാണ് നമ്മുടെ ലക്ഷ്യം. റബ്ബർ, നാളികേരവും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്ക് വില സ്ഥിരത, വയോജനങ്ങൾ അടക്കമുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷ, മടങ്ങിവരുന്ന പ്രവാസികളുടെ നൈപുണ്യ മികവ് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കും. പൊള്ളയായ വാഗ്ദാനങ്ങളില്ലാതെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയതെന്ന് LDF അവകാശപ്പെട്ടു. റിപ്പോർട്ടർ, കോഴിക്കോട്.